അപ്പോൾ ഇനി നെക്സ്റ്റ് ടീമിനെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. അമ്മയും മകനുമാണ്. ആണോ? അതും കോഴിക്കോട് നിന്ന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന പേരിലാണ് അവർ വരുന്നത്. സോൾട്ട് ആൻഡ് പെപ്പറിനെ സ്വാഗതം ചെയ്യാം. അമ്മയെയും മകനെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ, വെൽക്കം. അമ്മേ നമസ്കാരം. നമസ്കാരം. മോനെ നമസ്കാരം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് പ്രബലാമണി. പ്രബലാമണി. മോൻ്റെ പേര്? എൻ്റെ പേര് ആദർശ്. ആദർശ് എന്താ ചെയ്യുന്നത് ഇപ്പം? ഞാനിപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞു. എന്ത്? ട്രിപ്പിളി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആണല്ലേ? അതിൻ്റെ അങ്ങനത്തെ ഒരു പേരുണ്ട്, ട്രിപ്ലിംഗ്. ട്രിപ്ലി. സപ്ലി വരാതിരിക്കാൻ നോക്കണം. സപ്ലൈ വന്നിട്ടില്ല, കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി വന്നു. ആയിരിക്കുന്ന എല്ലാ താരങ്ങളെയും അറിയാലോ. അപ്പോൾ എന്താണ് നസീർക്ക? മൈക്ക്. അമ്മ ചിരിച്ചു പോയി, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു പോയി. അപ്പോൾ എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചു. അതെ, മിമിക്രി പഴയ കാലത്തു നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ അമ്മയും മകനും ചേട്ടനും ചേച്ചിയും അച്ഛനും മകളും അങ്ങനെ ആ ഒരു കോമ്പോയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നസീർക്ക പറയാനുള്ളത്? നമ്മളൊക്കെ മിമിക്രിയുടെ ചെറിയ ചെറിയ കടകളാണ്. ഈ ഫോറം മാളിൽ നിന്നുകൊണ്ട് മിമിക്രിയുടെ മാളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും ചോദിക്കണേ, ഇവിടെ ചോദിക്കാം. അതെ, എന്തായാലും ഇത്ര പേരുടെ മുമ്പിലും ഇത്ര ലെജൻസിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഹാപ്പിയാണ്. അതെ. അപ്പോൾ നസീർക്ക, ഇവരോട് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അവരോടല്ല, അവർ നമ്മക്കാ പറഞ്ഞു തരണ്ടേ. ടിപ്സ് പോട്ടെ, ടിപ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? പിഷാരടി. അല്ല, അവരൊന്നും പറഞ്ഞു കൊടുക്കാനല്ല. ഈ ഇത്രയും വലിയൊരു പരിപാടിയിൽ അവർ സത്യത്തിൽ കാലാവസ്ഥയൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2-3 ദിവസമായിട്ട് മഴയാണ്. അതിനിടയിലും ഇതിനോട് വരിക, ഇവിടെ നിൽക്കുക, ഇത് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം എത്രയുണ്ടോ അത്രയ്ക്ക് തന്നെ മടിയുണ്ടാവും. പിന്നെ ആൾക്കാരെന്ത് പറയും, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ നടുക്കുന്ന് ചെയ്താലേ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള പലതും നമ്മളെ പുറകോട്ട് വലിക്കും. നിങ്ങളതൊന്നും ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് എത്ര ടീമാ. ഞങ്ങളൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. എന്തായാലും അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒരു മടിയും കാണിക്കില്ല. ഇപ്പോൾ കുടുംബശ്രീയുടെ പരിപാടിയെ കുറിച്ച് പറഞ്ഞാൽ മടിയുണ്ടോ? എന്നെ കുറിച്ച് പറയുമ്പോൾ തീരെ മടിയില്ല. അല്ല, കുടുംബശ്രീയുടെ മിമിക്രി കലോത്സവത്തിൽ വിന്നറൊക്കെയാണ്. അമ്മയാണ് സ്റ്റേറ്റ് ലെവൽ വിന്നറാണ് കുടുംബശ്രീയുടെ കലോത്സവത്തിൽ. നിസ്സാര ടീമല്ല, നിസ്സാരമല്ല. ചില അമ്പലത്തിലൊക്കെ അഖണ്ഡ ഭാഗവത സപ്താഹ യജ്ഞം എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ മിമിക്രി സപ്താഹമാണ് ഇവിടെ നടക്കുന്നത്. എത്രയോ നേരമായി രാവിലെ തൊട്ട് തുടങ്ങിയിരിക്കുക. അതെ, നമ്മളത് പരിഷ്കരിച്ച് ഇന്ത്യസ് ലാർജ് ബിഗ്ഗസ്റ്റ് മിമിക്രി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പോൾ അവനോട് അഖണ്ഡ സപ്താഹ നീണ്ട യജ്ഞത്തിലേക്ക്. അത് ചെറിയ കാര്യം, വലിയ കാര്യമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നടത്തിയെടുക്കാൻ വലിയ പാടുള്ള കാര്യമായി നടക്കുന്നത്. പണ്ട് ഈ വിരലെണ്ണാവുന്ന കലാകാരന്മാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? സത്യം. പക്ഷെ ഇന്നിപ്പോ ഓരോ വീട്ടിലും എല്ലാവരും താരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെ. നസീർക്കൊക്കെ ആ സമയത്തെ കയറി വന്നത് നന്നായി. അതെ, ഞാൻ മാത്രമല്ല, നമ്മളൊക്കെ. അപ്പൊ നമുക്ക് ഇവരെ പെർഫോമൻസ് നമ്മളെല്ലാം. ഞാൻ ചോദിക്കുന്നത്, വൈചേട്ടൻ നസീർക്കൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞ് കൈ ഇത്രയും വെച്ചു. അങ്ങനെയാണെങ്കിൽ പ്രസാദേട്ടനെ പറ്റി പറയണമെങ്കിൽ പുറത്തേക്ക് കൈ നിലത്ത് കുത്തണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം, അല്ലേ? റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. അമ്മ കടല് കാണണം, കടല് നോക്കാതെ എന്ത് നോക്കി നിൽക്കുക? എൻജോയ് ചെയ്യ്. അമ്മ അവിടെ നോക്കി ഒരു ആൺനായും പെണ്ണായും ഒരുമിച്ച് നിൽക്കണത്. അല്ല, പിന്നാലെ വേറൊരു നായും ഉണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും. അമ്മ, ഇയാളെപ്പം മരം മുറിക്കാൻ തുടങ്ങിയതാണ്? ഇപ്പോഴും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ട്രെയിൻ കണ്ടിട്ടില്ലല്ലോ? അവിടെ നോക്കിക്കോ, 2 ട്രെയിനുകൾ ഒരുമിച്ച് ക്രോസ് ചെയ്ത് പോകും.
വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, മലയുടെ മുകളില് ലോറിയും ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ആകുന്നു. നോക്കിയേ. ഉത്സവ പറമ്പിൽ വെടിക്കെട്ടാണല്ലോ, നോക്കിയേ. ഓക്കെ അമ്മ, അവിടെ നിന്ന് മിമിക്രി പരിപാടി ഉണ്ട്, അത് കണ്ടിട്ട് പോവാ. ആദ്യമായി വിജയകാന്തിന്റെ സൗണ്ട്. உனக்கு வேணும்னா மக்களை ஏமாத்தலாம், மக்கள் மனச்சாட்சியை ஏமாத்தலாம், ஆனா என்ன ஏமாத்த முடியாது. ஓகே போய். ശശി കലിംഗ് സാറും കോവി സാറിന്റെ ഒരു സംഭാഷണം. പൊന്നെ ഒന്ന് പറ, മണിതന്ന് കെട്ടിപ്പല്ലേ, ഇത് മണിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാണത്. അടുത്തതായി മൊട്ട രാജേന്ദ്രൻ സാർ, തമിഴ് നായകൻ. இப்போ நல்லா இருக்கா? இல்ல பார்த்தா உங்களுக்கு எப்படி தெரியுது? இங்க பியூட்டிஃபுல்லா இருக்குமா? பியூட்டிஃபுல்லா இருக்கு. അടുത്തതായി മൈക്കിൾ ജാക്സന്റെ ഒരു ഡേഞ്ചറസ് സോങ്. അടുത്തതായി അന്യൻ എന്ന സിനിമയിലെ ഒരു രംഗം നോക്കാം. അടുത്ത ഒരു ഹോളിവുഡ് സിനിമയിലെ ഒരു രംഗം നോക്കാം. Hi baby. Okay, please kiss me. Hi Selvi. What's this? What's this? What is this? No. എന്റെ പൊന്നോ, ഇത് എന്തൊരു അമ്മയും മോനുമാണ്. ഇങ്ങനത്തെ ഒരു അമ്മേനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. ഇത്ര എനർജറ്റിക് ആയിട്ടൊരു അമ്മയുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? ഓക്കെ, അതെ പിഷു എങ്ങനെയുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ കയ്യടി കേട്ടില്ലേ നിങ്ങള്? എന്തൊരു കയ്യടിയായിരുന്നു ഇവിടെ കേട്ടത്. ഇതൊക്കെ അത്ഭുതമാണ്. ഞങ്ങൾ പറയുന്നത് ഇത് കല പോയ പോക്കേ ഇത് എവിടം വരെ എത്തി എന്നുള്ളതാണ്. അത്ഭുതമായിരിക്കുന്നു കേട്ടോ, അത്ഭുതമാണ്, അത്ര ഗംഭീരമാണ്, സൂപ്പറായി. നസീർക്ക എന്താണ് അത്ഭുതമാണ് കേട്ടോ, അത്ഭുതം. രണ്ടു പേരും കൂടി ഇന്ന് ചെയ്യുന്നല്ലേ, അതൊക്കെ കാണാൻ തന്നെ നമുക്കൊരു ഭാഗ്യം വേണമെന്ന് പറയില്ലേ. ഭയങ്കര രസമായിട്ടുണ്ട്. അല്ല അത് തന്നെ ഞാൻ പറയണം, അങ്ങനെ നമുക്ക് കാണാനേ, നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അമ്മ എവിടെ ഇരുന്ന് കാണും, നമ്മൾ പ്രോഗ്രാം ചെയ്യും, അങ്ങനെ ആയിരുന്നല്ലോ. മാമനുണ്ട് സന്തോഷ് പാലക്കാട്, ആളാണ് ഞങ്ങളുടെ ട്രെയിൻ ചെയ്തത്. ആണല്ലേ, എന്റെ മാമനാണ്. നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട്. ആ തുമ്പിതുള്ള എങ്ങനെ അന്യൻ ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇവരുടെ അമ്മാവനെ ട്രെയിൻ ചെയ്തേന്ന്. അപ്പൊ ഇത് നിങ്ങളുടെ വീട് ഭയങ്കര ഇതാണല്ലോ. എന്താ ഇത്? കലാഭവൻ എന്ന വീടിന്റെ പേര്. ഇവരുടെ വീട് ഒരു സംഘടനയായിട്ട് പ്രഖ്യാപിച്ചൂടെ? അതെ.
ഇവര് 34 പേര് മിമിക്രി നമ്മളൊരു ഫാമിലി ഫുള്ളായിട്ട് കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട്. 29 പേര് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഫാമിലി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ 29 പേര് മിമിക്രിക്കാരുണ്ടോ? 7 5 ട്രൂപ്പ് തുടങ്ങാം. 5 ട്രൂപ്പിന്റെ വരുമാനം ഒറ്റ കുടുംബത്തിലേക്ക്. 7 മക്കളും അവരുടെ ഭർത്താക്കന്മാര്, അമ്മ, അച്ഛൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെറിയ കുട്ടിയടക്കം മുതൽ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. പിന്നെ മഴവിൽ മനോരമ ചിരിയിൽ വന്നിട്ടുണ്ട്. നസീർക്ക് വരാത്ത മുന്നേ ഞാൻ വരുന്നതിന് മുമ്പായിരിക്കും അല്ലേ? ഫസ്റ്റ് എപ്പിസോഡ്. ഓക്കെ റെഡി. താങ്ക് യു വെരി മച്ച്.